യുദ്ധഭീതിക്കിടെ ഇറാൻ അമേരിക്ക അടുത്ത ഘട്ട ചർച്ച വ്യാഴാഴ്ച ജനീവയിൽ ആണവ കരാറിനായി തയ്യാറാക്കിയ കരട് മാർഗനിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കും. സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിൽ സംശയങ്ങളുണ്ടെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു. They asked me that this morning, and I don't want to use the word frustrated. It's almost because he understands he's got plenty of alternatives. But it's curious. He's curious as to why they haven't, I don't want to use the word capitulated, but why they haven't capitulated. Why under this sort of pressure with the amount of sea power, naval power that we have over there, why they haven't come to us and said, we profess that we don't want a weapon. So here's what we're prepared to do, and yet it's hard to sort of get them to that place. We're hopeful, Jared and I, that we've put some proposals on the table to both sides that will bring them together in the next 3 weeks and maybe even result in a summit between Zelensky and President Putin. Might end up being a trilateral at some point with the president. We'll have to see. I think he doesn't want to come to a meeting unless he feels that he can consummate this thing and get the best result, and he uniquely has that power to do it. So hopefully you'll be hearing some good news in the coming weeks. നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും യുദ്ധം ഒഴിവാക്കാനുള്ള സാധ്യത കുറവെന്നാണ് ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ഇറാനിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, ഈ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ശേഷം യുദ്ധഭീതി ഒഴിയാനുള്ള സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? അനുശ്രീ, ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും ഇതുവരെ 2 ഘട്ട ചർച്ചകളാണ് നടത്തിയത്. ഈ 2 ഘട്ട ചർച്ചകളിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. അടുത്ത വ്യാഴാഴ്ച ജനീവയിൽ 3ാം ഘട്ട ചർച്ച നടക്കും. യുഎസിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജുരാദ് കുഷ്ണറും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇറാനും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ജനീവ ചർച്ചകളാകും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം 2 ആഴ്ചത്തെ സമയമാണ് അന്തിമ കരാറിനായി ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇറാൻ എന്ത് ബദൽ നിർദ്ദേശങ്ങൾ ഈ ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കും എന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയം. ആദ്യ 2 റൗണ്ട് ചർച്ചകളിലും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം അത് പൂർണ്ണമായും അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ 60% സമ്പുഷ്ടീകരിച്ച യുറാനിയം അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല, മിസൈൽ പദ്ധതികളിലടക്കം വിശദമായ ചർച്ചകൾ വേണം എന്നൊരാവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു ഇറാൻ. എന്നാൽ ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇതിന് ബദൽ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഇറാൻ മുന്നോട്ട് വെച്ചേക്കും. ഈ ബദൽ നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കുമോ എന്നതാവും ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ, ബദൽ നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. അതായത് 3 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം അത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ഒരുപക്ഷെ ഇറാൻ തയ്യാറായേക്കും. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളുടെ പരിശോധന ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളിൽ അത് നേരത്തെ വാഗ്വാദങ്ങളെ തുടർന്നും തർക്കങ്ങളെ തുടർന്നും നിർത്തിവെച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികളെ അവിടെ പരിശോധന നടത്താൻ ഇറാൻ അനുവദിച്ചിരുന്നില്ല. ഇതിലൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ ഇറാൻ തയ്യാറായേക്കും. എന്തായാലും ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് എത്രത്തോളം അമേരിക്ക അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഇറാനിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുകയാണ്. ഇത്തവണ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നത്. തെഹ്റാനിലും മഷാദിലും 5 യൂണിവേഴ്സിറ്റികളിൽ ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും 2 റൗണ്ട് ചർച്ചകൾ നടന്നു. 3ാം റൗണ്ട് ചർച്ചകൾ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ അപ്പോഴും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒരു യുദ്ധം ഒഴിവാകാനുള്ള സാധ്യത വിദൂരമാണ് എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം 2003 ഇറാഖ് അധിനിവേശനത്തിന് ശേഷം ഇത്രയേറെ സൈനിക വിന്യാസം അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നടത്തിയ ഒരു ചരിത്രമില്ല. സ്വാഭാവികമായും ഇത്രയേറെ സൈനിക വിന്യാസം നടത്തിയിട്ടും ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല. അത് അമേരിക്കയെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ പ്രതികരണത്തിലും അതുതന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ട്രംപ് അടക്കം ഉള്ള ലോക നേതാക്കൾക്ക് ഇറാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല, എക്കണോമിക് പ്രഷർ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ യുദ്ധപ്പടയെ നിരത്തിയുള്ള സമ്മർദ്ദം, ഇതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാത്തതിലുള്ള അത്ഭുതം അമേരിക്കയ്ക്കുണ്ട്. ഇതാണ് ഇപ്പോൾ അവരെ ആശ്ചര്യപ്പെടുത്തുന്നതും. സ്വാഭാവികമായും
4 സാധ്യതകളാണ് വിദഗ്ധർ മുന്നിൽ കാണുന്നത്. ഒന്ന്, അടുത്ത വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ആ ചർച്ചകൾ ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ ഒരു കരാറിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ലിമിറ്റഡ് സ്ട്രൈക്കിനുള്ള സാധ്യത അമേരിക്ക ഒരുപക്ഷെ പരിമിതമായ അളവിൽ സെലക്ടഡ് കേന്ദ്രങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തും എന്ന് വിദഗ്ധർ കണക്കുകൂട്ടുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റ് സാധ്യതകൾ ഇങ്ങനെയാണ്. ഒന്ന്, മാർച്ച് 19 വരെ റമദാൻ മാസമാണ്. സ്വാഭാവികമായും ഈ കാലയളവിൽ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഈ കാലയളവിൽ അവരുടെ പുണ്യമാസത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം ഒട്ടും ഉചിതമല്ല എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. മറ്റൊന്ന്, ഒരു പക്ഷേ മാർച്ച് 19 ശേഷം വളരെ ശക്തമായ ഒരു ആക്രമണം, ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകും. എന്തായാലും ഇറാനിൽ ഒരു ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇറാൻ പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇത് മുന്നിൽ കണ്ട് ആയത്തുള്ള അലി ഖമനേയി അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന തരത്തിൽ പദ്ധതികൾ തയ്യാറാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്തായാലും യുദ്ധഭീതി ഒഴിയുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ കലുഷിതമായി തന്നെ തുടരുന്നു. വ്യാഴാഴ്ച ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ അത് അമേരിക്ക അംഗീകരിക്കുമോ? ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങളോട് അമേരിക്കയുടെ പ്രതികരണം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലയളവിലെ സാഹചര്യം. അനുശ്രീ. ശരി, കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ.